അർജുനെ കണ്ടെത്തി, അർജുൻ ജീവനോടെ തിരിച്ചു വരുന്നു എന്നൊരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും അല്ലേ? ഈ കാണുന്ന ആളെ കണ്ടോ? ഇയാളുടെ പേരാണ് ഈശ്വർ മാൽപേ. ഇയാൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. 100 അടി താഴ്ചയിൽ ഹൈ കറണ്ടോടുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനടിയിൽ പോയിട്ട് ഒരാളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൃശ്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതാരാണ് എന്ന് കൃത്യമായി നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അർജുനെ കാണാതായ ശേഷം അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വളരെയധികം രൂക്ഷമായി തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആർക്കും കൊണ്ട് പറ്റാത്ത ആ ഒരു തിരച്ചിലിന്, വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് കാരണം ഇന്ത്യൻ നേവി വരെ പിന്നോട്ട് പോയ ആ ഒരു തിരച്ചിലിന് മറ്റാരും മുന്നോട്ട് വരാത്ത സമയത്ത് ഒരുപാട് പേര് കേട്ടു തുടങ്ങിയ പേരാണ് ഈശ്വർ മാൽപേ. ഈശ്വർ മാൽപേ ചില്ലറക്കാരനല്ല. ഈശ്വർ മാൽപേയുടെ സംഘം ചില്ലറക്കാരനല്ല. കടലിന്റെ, പുഴയുടെ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ ആഴത്തട്ട് കൈവെള്ളം പോലെ അറിയാവുന്ന മനുഷ്യരാണ് ഈശ്വർ മാൽപേയും സംഘവും. ഗംഗാവാലിയിലെ അടിയൊഴുക്കിന് സമാനമായ ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഇടപെട്ട ഒരു സംഘമാണ് ഈശ്വർ മാൽപേ ടീം. മാത്രമല്ല, കേരള ജനത മുഴുവൻ അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒരുപാട് പേർ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അർജുൻ തിരിച്ചു വരും എന്ന് കാത്തിരിക്കുമ്പോഴും ഒരുപാട് ചാനലുകളിലും ഒരുപാട് ന്യൂസുകളിലെല്ലാം തന്നെ അർജുൻ എങ്ങനെ തിരിച്ചു വരും എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ ചോദിക്കുന്ന കാര്യം തന്നെയായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കൂ. 2010 ഏതാണ്ട് അർജുൻ വിഷയം സമാനമായ ഒരു സംഭവം കുപ്പിയാക്കോ മൈനിങ് ഇൻസിഡന്റ് എന്ന പേരിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ഇതുപോലെ സമാനമായ ഒരു ഇൻസിഡന്റ് തന്നെയായിരുന്നു അതും. 2010 മൈനിങ്ങിനിടയിൽ നടന്ന ഒരു ആക്സിഡന്റിൽ ഒരുപാട് ജീവനക്കാർ മണ്ണിനടിയിൽ കുടുങ്ങുകയുണ്ടായി. അവരെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലായിരുന്നു. എല്ലാവരും അവർ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോഴും നീണ്ട 1-2 അല്ല 17 ദിവസങ്ങൾക്ക് ശേഷം അവരെ എല്ലാവരെയും പൂർണ്ണമായി ജീവനോടെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എല്ലാവരും സുരക്ഷിതമായി സുഖമായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അർജുൻ തിരിച്ചു വരും എന്നൊരു വാഗ്ദാനമോ എന്നൊരു ഉറപ്പോ അല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ കൂടി നമ്മൾ അർജുൻ മരിച്ചു എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അർജുൻ വിഷയത്തിലും അത് സംഭവിക്കണം എന്ന് തന്നെയാണ് മലയാള ജനത മുഴുവനും പ്രാർത്ഥിക്കുന്നത്. വിഷയം പൂർണ്ണമായി എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യമെല്ലാം മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കുറിച്ച് ഒരു വിവരം പോലും പുറത്തു വരാത്ത സ്ഥിതിയായിരുന്നു. എന്നാൽ 11 പേര് കുടുങ്ങിയതിൽ 8 പേരെ രക്ഷിക്കുകയും ബാക്കി 3 പേരുമാണ് മണ്ണിനടിയിൽ കുടുങ്ങിയത്. അതിൽ ഒന്നായിരുന്നു അർജുൻ. അന്ന് തുടങ്ങിയുള്ള കാത്തിരിപ്പാണ് അർജുന് വേണ്ടിയുള്ളത്. പ്രത്യേകമായി എടുത്തു നോക്കേണ്ട വ്യക്തി തന്നെയാണ് ഈശ്വർ മാൽപേ. ആരാണ് ഈശ്വർ മാൽപേ എന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഈ റെസ്ക്യൂ മിഷൻ നമ്മൾ കണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. 1 രൂപ പോലും പ്രതീക്ഷിക്കാതെ 4 വയസ്സുള്ളൊരു മകളുള്ളപ്പോൾ തൻ്റെ ജീവൻ പോലും പണയം വെച്ച് ഒരു വെള്ളത്തിലേക്ക് എടുത്തു ചാടുക എന്നത് ഒരു ചെറിയ കാര്യമായി കാണേണ്ട കാര്യം തന്നെയല്ല. 6.8 നോട്ടോളമാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഇന്ത്യൻ നേവി പോലും അവിടെ നിന്ന് വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് കാരണം പിന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈശ്വർ മാൽപേയും സംഘവും ഒരു 10 പേരടങ്ങുന്ന സംഘവും അർജുനെ രക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത്. രൂപ പോലും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു മിഷനിലേക്ക് എടുത്തു വരിക എന്നത് ചെറിയ കാര്യമല്ല. ഏകദേശം 12 കിലോമീറ്റർ സ്പീഡോളം വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതും വെറും വെള്ളം മാത്രമല്ല, മണ്ണും ചളിയും ഇരുമ്പും മരവും എല്ലാം കൂടിയുള്ളൊരു വെള്ളത്തിൻ്റെ ഒഴുക്കിലേക്ക് എടുത്തു ചാടുക എന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. കളി വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണെങ്കിൽ അത് സൂയിസൈഡ് ആയിരിക്കും എന്ന് തന്നെയാണ് നേവി തന്നെ പുറത്തുവിട്ട വാർത്തയിൽ പറഞ്ഞത്. ഇന്ത്യൻ നേവി വരെ പറഞ്ഞ കാര്യം ഈ വെള്ളം 3 knotsന് താഴേക്ക് എത്താതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. സ്വന്തം ജീവൻ പോലും ത്യജിച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നത് ഈശ്വർ മാൽപേ ഒരാളല്ല. അവർ ഒരു സംഘമായി തന്നെയാണ് അർജുനെ രക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത്. അർജുനെ കുറിച്ച് ഒരു വിവരം പോലും കിട്ടാത്ത സമയത്തായിരുന്നു അർജുൻ്റെ വണ്ടിയുടെ കഷ്ണങ്ങളും വണ്ടിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ പുറത്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ മലയാളികൾക്കും കേരള ജനത മുഴുവനും ഒരു ആശ്വാസം തന്നെയായിരുന്നു. അർജുൻ ഉടനെ തന്നെ തിരിച്ചു വരും എന്ന പ്രതീക്ഷ തന്നെയായിരുന്നു. കർണാടക എന്ന പേരിൽ വരെ അറിയപ്പെടുന്നു. 100ഓളം ആളുകളെ അദ്ദേഹം വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഏതാണ്ട് ഡെഡ് ബോഡികളെ എല്ലാം തന്നെ വെള്ളത്തിൽ നിന്ന് കരകയറ്റാനും അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നും നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി ചാടുന്നത് ഒരു മണ്ടത്തരമായ ഒരു തീരുമാനമാണ് എന്ന് പറയുമ്പോൾ കൂടി ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്നും ഞങ്ങളെ അവരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളോട് സമ്മതിക്കൂ, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കൂ എന്ന് ചോദിക്കുന്ന ഈശ്വർ മാൽപേയാണ് മലയാളികൾ പിന്നീട് കണ്ടത്. ഞങ്ങളെ വെള്ളത്തിലേക്ക് വിടൂ എന്നാണ് ഈശ്വർ മാൽപേ ചോദിച്ച ഏക കാര്യം എന്തെന്നാൽ പൈസയോ പണമോ പദവിയോ ഒന്നുമല്ല. അദ്ദേഹം വെള്ളത്തിലേക്ക് പോകുന്ന സമയത്ത് വെള്ളത്തിലെ ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജൻ കഴിഞ്ഞാൽ അത് സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഒരാളെ മാത്രമാണ്. അതുമാത്രമാണ് അദ്ദേഹം ചോദിച്ചത്. ഈ ഒരു റെസ്ക്യൂ മിഷനിലേക്ക് അദ്ദേഹം എടുത്തു ചാടുകയായിരുന്നു. സ്വന്തം ജീവൻ പോലും ത്യജിച്ച് തന്നെയാണ് ഈശ്വർ മാൽപേ അർജുനെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് പോകുന്നത്. ഇനിയും അർജുൻ തിരിച്ചു വരുമോ എന്ന ചോദ്യം ഒരുപാട് പേർ ഇന്നും ചോദ്യചിഹ്നമായി ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 17ഉം 20ഉം ദിവസങ്ങൾക്ക് ശേഷം ഒരുപാട് പേരെ ഇന്നും രക്ഷിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ചരിത്രങ്ങളെല്ലാം തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ സാധിക്കും. അതേപോലെ അർജുനും തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ മുഴുവനുമുള്ളത്. മാൽപേ അർജുൻ്റെ വീട് സന്ദർശിച്ച വാർത്തകളും ഫോട്ടോകളും ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രൂപത്തിൽ സംസാര വിഷയമായി മാറിയ കാര്യങ്ങൾ തന്നെയാണ്. പണമോ പദവിയോ ഒന്നുമല്ല, ഈശ്വർ മാൽപേ പോലുള്ള മനസ്സ് തന്നെയാണ് ഒരാൾക്ക് ഏറ്റവും അധികം വേണ്ടത്. അവർ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. മുഴുവൻ ഈശ്വർ മാൽപേയോട് കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.